എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. പറഞ്ഞു പെരുപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കഥ പറച്ചിലുകാർ ആരായിരിക്കും? ഇപ്പൊ മനോജ് കെ ജയൻ, ജയറാം എടുക്കാനാണ്. ജയറാമേട്ടന്റെ ഒരു ഏരിയ ആയിട്ട് എന്താ ഫീൽ ചെയ്തായിരുന്നു? പെരുപ്പിക്കുന്നതിന്റെ ഏരിയ ആയിട്ട് വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസേ ഉള്ളൂ. ഇതുകൂടെ തീർന്നാ വംശനാശം. പണ്ടേ അങ്ങനെ അങ്ങനെ നേച്ചർ അങ്ങനെയാണ്. പണ്ട് ഇപ്പം നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് ഒരു 1000 പേരുണ്ടെങ്കിൽ പുള്ളി പറയും 10,000 പേരുണ്ടായിരുന്നു. എന്റെ കൊച്ചേട്ട നിങ്ങൾക്ക് വല്ലതും കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? ഓ, വെറുതെ തള്ളിയിട്ട് പോയതാ. അങ്ങനെ പറയുള്ളൂ. എല്ലാം ഇച്ചിരി പൊലിപ്പിച്ചേ പറയുള്ളൂ. ഞാനൊരു പാവല്ലേ, എന്നെ കൊണ്ട് അതിനല്ലേ പറ്റൂ. നിന്നെ കൊണ്ട് അതിനെ കൊള്ളാവൂ. അത് ഒരു രീതിയാണ്. അത് നേരിട്ട് കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. പറച്ചിൽ കുഴപ്പമില്ല. ശരി പറയണ്ടേ. പക്ഷെ കോമാളി എന്നും കോമാളിയാണെന്നുള്ള സത്യം നീ മറക്കരുത്. കേൾക്കാൻ നല്ല രസമാണ്. പിന്നെ ഈയിടെയായിട്ട് പുള്ളി ഇച്ചിരി കളിയാക്കുന്നുണ്ട് ആൾക്കാർ. നിനക്കിത് വേണം. ഞാനൊരു കോമാളിയായോടാണല്ലോ. അത് കാണുമ്പോ ഒരു വിഷമം എളിമ ഓടിപ്പോയത്. അത്രയ്ക്കും എളിമയാണ്. എളിമ കൊണ്ട് മാത്രം നാട്ടുകാർ മുഴുവൻ എളിമേട്ട എളിമേട്ടാന്നാ വിളിക്കണേ. ഇയാളെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. വിഷമം തോന്നുന്നുണ്ടോ? ചേട്ടാ എളിമ കാണിച്ചാലും കുഴപ്പമാണ്. ഇപ്പൊ മറ്റേത് പറയും ഇവൻ എളിമ എന്റെ ആകാരിയാണ്. ഇയാളെന്താ ഒരുമാതിരി മുള്ള വെച്ച പോലെ വർത്താനം പറയുന്നത്? എന്റെ സ്വഭാവം അങ്ങനെ. ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. ഇത് ഇച്ചിരി എളിമ കൂടിയപ്പോഴത്തേക്ക് അതിനെ ട്രോളി കൊല്ലാണ്. ഇതിലും ഭേദം അവരെ തല്ലി കൊല്ലുക. ഇക്കണക്കിന് പോയ നാട്ടുകാർ തന്നെ തല്ലിക്കൊന്നോളും. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്നറക്കണേ? പക്ഷെ ചകല കുറച്ചാ നല്ലത്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ഞാൻ പറയാതിരിക്കാം. മലയാളിക്ക് ഇത്രയും വേണ്ട. മലയാളിക്ക് ഇത്രയും എളിമ കൊടുക്കരുത്. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. തമിഴിലൊക്കെ ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. എന്തു ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല. അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ.